ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉരുളിയിലാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ കണക്കാക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് വഴറ്റേണ്ട കാര്യമില്ല, സവാളയ്ക്കൊപ്പം വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള 5 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള ഫാസ്റ്റായിട്ട് കുക്കായി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം 2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സവാള എടുക്കേണ്ടതാണ്. നമ്മൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ച് സവാള എടുക്കണം. ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഉള്ളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇവിടെ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ പൊടികളെല്ലാം നമ്മുടെ സവാളയിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ അവസാനം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അങ്ങനെ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാവും. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം സവാളയിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. വളരെ കുറച്ച് സമയം നമ്മൾ ചിക്കൻ ഈ മസാലയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം 2 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യാൻ പാകത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചിക്കൻ കറിയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പച്ചവെള്ളം ചേർക്കാതെ ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്നും അത്യാവശ്യം വെള്ളം ഇറങ്ങും, അപ്പോൾ അതിനനുസരിച്ചാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 15 മിനിറ്റ്സ് നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. 15 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ചിക്കൻ കറിക്ക് നല്ല തിള വന്നിട്ട് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് ചിക്കൻ അത്യാവശ്യം നല്ല കുക്കായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല അധികം ചേർക്കുന്നില്ല, കാരണം നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊന്ന് താളിച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റമുളകും കൂടി വെളിച്ചെണ്ണയിലൊന്ന് താളിച്ച് ചേർത്തു. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ താളിച്ച് ചേർത്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഫ്ലെയിം തീരെ കുറച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.